കർഷകർ എത്തിയില്ല. പ്രതിഷേധ കൃഷിസഭ നടത്തി പ്രതിപക്ഷ നേതാവും കൂട്ടരും. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിനായി വ്യാഴാഴ്ച കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ കൃഷിസഭ വിളിച്ചു ചേർത്തിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത കൃഷിസഭ ഉദ്ഘാടനം ചെയ്യുമെന്ന ബാനറും കെട്ടിയിരുന്നു. എന്നാൽ കർഷകരുമാരും തന്നെ എത്താത്തതിനാൽ കർഷക സഭ കൂടാൻ കഴിഞ്ഞില്ല. ഇതിൽ പ്രതിഷേധിച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവന്റെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ പ്രതിഷേധ കൃഷിസഭ നടന്നു. കാണാൻ കഴിയും എന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒഴിഞ്ഞ കസാരകൾ ഇവിടെ ബാക്കിൽ ഒരു ബാനർ കെട്ടിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതി രൂപീകരണവും അതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള കൃഷിസഭ ഇന്ന് രാവിലെ 11 മണിക്കാണ് നഗരസഭ ടൗൺ ഹാളിൽ ഈ പരിപാടി നിശ്ചയിച്ചത്. ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് 44 വാർഡിൽ നിന്നും ഒരു കർഷകർ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. കാരണം എന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു കർഷകരെ പോലും വിളിച്ചറിയിക്കാനുള്ള സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതി തയ്യാറായില്ല. അതുകൊണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള LDFന്റെ കുറച്ച് കൗൺസിലർമാർ വന്ന് പരിപാടി മാറ്റിവെച്ചെന്നും പറഞ്ഞ് തിരിച്ചുപോയി. അതുപോലെ തന്നെ നമുക്കറിയാം LDF ഭരണസമിതിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് ഒറ്റ ആളുകൾ പോലും ഈ പരിപാടി പങ്കെടുത്തില്ല. ആകെ വന്നത് ചെയർപേഴ്സൺ മാത്രമാണ്, വൈസ് ചെയർമാൻ വന്നില്ല. അതുപോലെ തന്നെ 44 വാർഡിൽ നിന്ന് ഒറ്റ കർഷകർ പോലും വന്നില്ല. അതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഭിന്നശേഷിക്കാര ഇതുമാതിരി തന്നെ ഒരു സഭ നടത്തുന്നുണ്ടായി ഇവിടെ. അത് 12:30ക്കാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ വിളിച്ചറിയിക്കുന്നത്. അപ്പൊ ഏകദേശം 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ വ്യത്യാസത്തിലാണ് ഒരു 44 വാർഡിലെയും അതിപ്രധാനമായ 2025-26 വാർഷിക പദ്ധതിയിലെ ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തേണ്ട പദ്ധതികളെ കുറിച്ച് ആളുകളോട് അറിയിക്കുന്ന ഒരു സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭയിലുള്ളൂ. ജനങ്ങളോട് വെല്ലുവിളിയാണത്. ഞങ്ങൾ എങ്ങനെയായാലും LDF ഭരണസമിതി ഇവിടെ എങ്ങനെയായാലും ജനങ്ങളെ വെല്ലുവിളിച്ച് ഭരിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല. ഇനിയായാലും ഞങ്ങൾ ഭരിക്കുന്നുള്ള ഒരു അഹംഭാവത്തോടുകൂടിയുള്ള പോക്കാണ് LDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ജനങ്ങളെ ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് ഈ കൃഷിസഭ. ഈ കൃഷിസഭയിലാണ് വരുന്ന 2025-26 വർഷത്തെ പദ്ധതികൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിച്ചുകൊണ്ട് ഏത് പദ്ധതികളാണ് വെക്കേണ്ടതെന്ന് ഈ കൗൺസിലിലും അതുപോലെ ബഡ്ജറ്റിലൊക്കെ വരേണ്ടത്. കഴിഞ്ഞ 2024-25 വാർഷിക പദ്ധതിയിൽ കൃഷിയോട് ബന്ധപ്പെട്ട് പല പദ്ധതികളും വെക്കേണ്ടായിരുന്നു. ഒരു പദ്ധതികൾ പോലും പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ജനറലായിട്ട് കിട്ടുന്ന പദ്ധതികൾ, തെങ്ങിന് വളമിടുന്ന പദ്ധതികൾ, അതുപോലെ കർഷകർക്ക് കൃഷി നടത്താനായിട്ടുള്ള ചട്ടികൾ കൊടുക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികളൊന്നും കഴിഞ്ഞ വർഷവും വെച്ചിട്ടില്ല, ഈ വർഷവും വെക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം വെച്ചിട്ടുള്ള ചട്ടികൾ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ 2023-24 ആ പദ്ധതി 2023-24 നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് 2024-25 വെച്ചിട്ട് ഈ നിമിഷം വരെ ആ പദ്ധതി ആളുകൾ വാർഡുകളിൽ നിന്നൊക്കെ തന്നെ കൗൺസിലർമാരിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തരത്തിലുള്ള ജനങ്ങളോട് വെല്ലുവിളിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് LDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുള്ളോ ജനങ്ങളോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങളാണ്, ആ ജനങ്ങളോട് ബാധ്യത കടപ്പാടും ഉണ്ടെന്നുള്ള ഒരു തോന്നല് ഇവിടുത്തെ ഭരണസമിതിക്കില്ല. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എന്റെ മുന്നിൽ കിടക്കുന്ന ഈ കസാരകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. അതിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കൗൺസിലർമാരെന്ന് പ്രതീകാത്മകമായിട്ടുള്ള കൃഷിസഭ എന്നിവിടെ നടത്തുകയാണ്. ഈ കൃഷിസഭയിൽ പങ്കെടുത്തിട്ടുള്ള കൗൺസിലർമാർക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, നഗരസഭാ കൗൺസിലർമാരായ രശ്മി ബാബു, ശാലിനി വെങ്കടേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.